ഭയമുണ്ടോ? മരണഭയം എന്നുള്ളതൊരു മനസ്സിലുണ്ടോ? അയ്യോ, ഭയമൊന്നുമില്ല. ഞാൻ ദിവസം ഈശ്വരൻ്റെ അടുത്ത് ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങ് വിളിക്കണേന്ന്. അയ്യോ, ഞാൻ വിസയും കൈ പിടിച്ചിട്ട് ടിക്കറ്റിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. മലയാള സിനിമയുടെ സുവർണ കാലഘട്ടത്തിന് സാക്ഷ്യം വഹിച്ച അഭിനയ കലയുടെ കുലപതിയായ മധുവിൻ്റെ വാക്കുകൾ ഇന്ന് കേരളക്കര തീർത്തും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഞെട്ടും. കാരണം ഒരു സിനിമാ നടൻ്റെ വാക്കുകൾക്ക് ഇതിന് മാത്രം പ്രാധാന്യമോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. അദ്ദേഹത്തിൻ്റെ ചുണ്ടുകളിൽ നിന്ന് വരുന്ന വാക്കുകൾ തീർച്ചയായിട്ടും മലയാളികൾക്ക് എന്നല്ല ഏതൊരു മനുഷ്യനും, പ്രത്യേകിച്ച് നമുക്ക് മുസ്ലിങ്ങൾക്ക് വരെ ചിന്തിക്കാനുള്ള വാക്കുകൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഇടയ്ക്ക് അദ്ദേഹം പറയുകയുണ്ടായി. അത്രമാത്രം വിലപ്പെട്ടതാണ് അത്. കാരണം നമ്മൾക്ക് എന്തെങ്കിലും അസുഖമോ അതും അല്ലെങ്കിൽ വാർദ്ധക്യമോ നമ്മെ കീഴ്പ്പെടുത്തുന്ന സമയത്ത് നമുക്ക് മരണമെന്ന് പറയുന്നതിനെ ഒരുപാട് ഭയമായിരിക്കുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് ഒരുങ്ങിക്കൊണ്ട് തൻ്റെ സായാഹ്നത്തിലേക്ക് എത്തിയിരിക്കുന്ന, തൻ്റെ പ്രായം അങ്ങ് വാർദ്ധക്യത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്ന മധു, അദ്ദേഹം പറയുന്ന ചില വാക്കുകൾ തീർച്ചയായിട്ടും മലയാളികളെ എന്ന് മാത്രമല്ല ഈ ലോകത്തിലുള്ള ഏതൊരു മനുഷ്യനെയും ചിന്തിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. അദ്ദേഹം പറയുന്നത്, വിസയും കൈ പിടിച്ച് ഞാൻ ടിക്കറ്റിനായിട്ട് കാത്തിരിക്കുകയാണ് എന്ന് അദ്ദേഹം നമ്മോട് പറയുകയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഈ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഈ ലോകത്ത് നമ്മളുടെ യൗവനം അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും ആരോഗ്യമുള്ള സമയം മാത്രമേ ഇവിടെ ആവശ്യമുള്ളൂ എന്ന് പറയുന്നു. ഇങ്ങനെ വാർദ്ധക്യമെല്ലാം ബാധിച്ച് കാലിന് വേദനയുമെല്ലാം ആയിട്ട് ഇങ്ങനെ കിടന്നിട്ട് മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടായിട്ട് നമ്മളിവിടെ ജീവിക്കുന്നതിൽ അർത്ഥമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ മരണം എന്ന യാഥാർത്ഥ്യത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ റൂഹിനെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ അദ്ദേഹം ലയിപ്പിക്കാൻ വേണ്ടിയിട്ട് പടച്ച റബ്ബിനോട് ദുആ ചെയ്തുകൊണ്ട് കാത്തിരിക്കുന്നു എന്നുള്ള ഒരു മറുപടി അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിന് ഉത്തരമായിട്ട് അദ്ദേഹം പറയുകയാണ്. മരണഭയത്തെക്കുറിച്ചുള്ള അവതാരകൻ്റെ ആ ചോദ്യത്തിന് ആ മധു കൊടുത്ത മറുപടി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു വിശ്വാസിക്ക് മാത്രമേ അത്തരത്തിലുള്ള ഒരു മറുപടി കൊടുക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ആത്മീയമായ ഒരു തിരിച്ചറിവാണ്. ഈ ലോകം എന്ന് പറയുന്നത് ശാശ്വതമല്ല എന്നും തീർച്ചയായിട്ടും മറ്റൊരു ലോകത്തേക്ക് നമ്മളെല്ലാവരും പോകേണ്ടി വരുമെന്നുള്ള ഒരു തിരിച്ചറിവ്, അത് മധു എന്ന് പറയുന്ന അല്ലെ ജീവിച്ചിരിക്കുന്ന കാലത്ത് എല്ലാ സൗഭാഗ്യങ്ങളും നേടിയ ഒരു മനുഷ്യൻ നമ്മോട് വന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിനൊക്കെ അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. മരണഭയത്തെക്കുറിച്ചുള്ള അവതാരകൻ്റെ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് അദ്ദേഹം തരത്തിൽപ്പെട്ട ഒരു വാക്കുകൾ പറയുന്നത്. വിസയും കൈപ്പിടിച്ച് ടിക്കറ്റിനായിട്ട് ഞാൻ ദൈവത്തിൻ്റെ വിളിക്ക് കാതോർത്തിരിക്കുകയാണ്, ഏത് സമയവും എന്നെ അങ്ങ് വിളിക്കണേ എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു വാക്ക് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മളെല്ലാവരെയും ചിന്തിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ് എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല. പ്രത്യേകിച്ച് നമ്മുടെ വിശ്വാസികൾക്ക് എന്താണോ അവരുടെ വിശ്വാസം അത് തന്നെയാണ് അദ്ദേഹം നമ്മോട് പറയുന്നത്. എല്ലാ ദിവസവും ഞാൻ സർവശക്തനായ ദൈവത്തിനോട് പ്രാർത്ഥിക്കുമെന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞതുപോലെ ഈ വാക്കുകൾക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട്. അതും സിനിമാ നടൻ എന്ന് പറയുന്ന ഇത്രയും കാലം ജീവിച്ച എല്ലാ ജീവിതത്തിൻ്റെ സൗഭാഗ്യങ്ങളും അനുഭവിച്ച ഒരു മനുഷ്യൻ്റെ വാക്കുകളാകുമ്പോൾ തീർച്ചയായിട്ടും നമ്മളത് കേൾക്കണം. നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ ഒന്ന് കേൾക്കാം. ഭയമുണ്ടോ? മരണഭയം എന്നുള്ളതൊരു മനസ്സിലുണ്ടോ? അയ്യോ, ഭയമൊന്നുമില്ല. ഞാൻ ദിവസം ഈശ്വരൻ്റെ അടുത്ത് ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങ് വിളിക്കണേന്ന്. അയ്യോ, ഞാൻ വിസയും കൈ പിടിച്ചിട്ട് ടിക്കറ്റിന് വേണ്ടി കാത്തിരിക്കുകയാണ്. നമ്മൾ വിടൂല. ഇല്ല, ആവശ്യതകളിൽ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ വളരെ ആക്റ്റീവായിരിക്കുന്നത് വരെ അല്ലാതെ ചുമ്മാ ജീവിക്കുന്ന ഭൂമിക്ക് ഭാരം. നമുക്കൊരു ബുദ്ധിമുട്ട്, കാലിൻ്റെ അവിടെ വേദന, ഇവിടെ വേദന, നടക്കാൻ വയ്യ, തൊക്കക്കാപ്പത്തൊക്കെ നടക്കുന്ന ആരെയും പിടിക്കുന്നു. മറ്റുള്ളവർക്കൊരു ഉപദ്രവമായിട്ട് മാറുകയാണ്. പതിറ്റാണ്ടുകളായിട്ട് മലയാള സിനിമയുടെയും മലയാളികളുടെയും സ്നേഹങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ നടൻ്റെ ചുണ്ടുകളിൽ നിന്ന് വരുന്ന ഈ വാക്കുകൾക്ക് ഒരുപാട് ചൈതന്യമുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് പ്രാധാന്യമുണ്ട്. കാരണം നമ്മളെല്ലാവരും ചിന്തിക്കണം, ഞാൻ പറഞ്ഞതുപോലെ നമ്മളെ ഏറ്റവും വലിയ ഭയം എന്ന് പറയുന്നത് മരണമാണ്. അതിൽ യാതൊരു തർക്കവുമില്ല. 100-ൽ ഒരു 50% ആൾക്കാർക്ക് മരണമെന്ന് പറയുന്നതിനെ പേടി തന്നെയാണ് എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. പക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവിത സായാഹ്നത്തിലെത്തി നിൽക്കുകയാണെന്ന് അദ്ദേഹം തന്നെ മനസ്സിലാക്കുകയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഈ ഒരു സന്ദർഭത്തിൽ നമ്മളിവിടെ ഒരുപാട് ജീവിച്ചിരുന്നാൽ നമ്മൾ മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടായിട്ട് മാറും. അതിലും നല്ലത് നമ്മുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു, നമ്മൾ നല്ല കാലങ്ങളെല്ലാം ജീവിച്ചു, ആ ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മൾ എന്ത് ചെയ്തു എന്നതിനാണ് പ്രാധാന്യമെന്ന് അദ്ദേഹം പറയുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട, ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം മരണമെന്ന് പറയുന്ന ഒരു സാധനം നിങ്ങളെയും എന്നെയും ഈ ലോകത്തുള്ള എല്ലാവരെയും ഒന്ന് ചേർത്തിപ്പിടിക്കുക തന്നെ ചെയ്യും. അതേത് സമയത്ത് കടന്നു വരുമെന്നോ ഏത് സമയത്ത് നമ്മെ വിളിക്കുമെന്നോ ഒരിക്കലും നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുകയില്ല. നമ്മളെല്ലാവരും അതിന് തയ്യാറായിട്ട് നിൽക്കുക എന്ന് മാത്രമേ ഉള്ളൂ. മധുവിൻ്റെ വാക്കുകൾ അത് വളരെ പ്രാധാന്യമാണ്.
വിസയും കൈ പിടിച്ച് ടിക്കറ്റിനായി കാത്തിരിക്കുന്ന ആൾക്കാർ തന്നെയാണ് മധു എന്ന് മാത്രമല്ല നമ്മളിൽ ഓരോരുത്തരും. അതുകൊണ്ട് ഈ ഒരു ലോകത്തിൽ നമ്മൾ ചെയ്യുന്ന നന്മകൾ മാത്രമേ നമുക്ക് മറ്റൊരു ലോകത്തിലേക്ക് കൈത്താങ്ങാവൂ എന്നുള്ള ഒരു സന്ദേശം കൂടി അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകളിലുണ്ട്. അദ്ദേഹം ഞാൻ പറഞ്ഞതുപോലെ മറ്റൊരു മതസ്ഥനാണ് എങ്കിലും അദ്ദേഹം ഒരു വിശ്വാസിയാണ്. അദ്ദേഹം എല്ലാ ദിവസവും സർവശക്തനായ റബ്ബിനോട് കൈകൂപ്പി പ്രാർത്ഥിക്കുമെന്നാണ് പറയുന്നത്, എന്നെ അങ്ങ് വിളിക്കണേ എന്ന്. അത് അദ്ദേഹത്തിൻ്റെ വളരെ നല്ല മനസ്സിൻ്റെ ഉടമയായതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് അത്തരത്തിൽപ്പെട്ട ഒരു പരാമർശം നടത്താൻ വേണ്ടി സാധിക്കുന്നത്. ഏതൊരു വിശ്വാസിയെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഈ ഒരു വാക്കുകൾ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വാക്കുകൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. ഏതായാലും ഈ സിനിമാ നടൻ്റെ വാക്കുകൾ കേട്ടതിന് ശേഷം എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഇത് നിങ്ങളുടെ ജീവിതവുമായി നിങ്ങളൊന്ന് താരതമ്യം ചെയ്യുന്ന സമയത്ത് മരണത്തെ അത്രമാത്രം പ്രാധാന്യത്തോട് കൂടി കാണുന്ന ഒരു മനുഷ്യന് മാത്രമേ ഇത്ര മിതത്വത്തോടു കൂടി ലാളിത്യത്തോടു കൂടി നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും വീഡിയോ കണ്ടതിന് ശേഷം എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.